ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ചിത്രങ്ങൾക്ക് വ്യക്തത കുറയുകയോ എഴുത്തുകൾ വായിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ സാങ്കേതിക തകരാറായിട്ടാണ് നമ്മളിൽ പലരും കാണുന്നത്. എന്നാൽ സാങ്കേതിക തകരാറ് കൊണ്ട് മാത്രമല്ല, സാങ്കേതിക മികവ് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 മാസങ്ങളായി പാകിസ്ഥാനിൽ ഇൻ്റർനെറ്റിൻ്റെ വേഗത 40% കുറവാണ്. സമൂഹ മാധ്യമങ്ങളിലെ ചിത്രങ്ങളും കുറിപ്പുകളും തീരെ വ്യക്തമാകുന്നില്ല. ഇതൊന്നും സാങ്കേതിക തകരാറല്ല. പാകിസ്ഥാൻ ഭരണകൂടം ബോധപൂർവം നടത്തുന്ന സാങ്കേതിക ഇടപെടലുകളാണ് എന്നാണ് വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തടയാനായി ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാനാണ് പാക് സർക്കാർ ശ്രമിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് സമൂഹ മാധ്യമങ്ങൾ ലഭ്യമാക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനും നിയമവാഴ്ചയ്ക്കും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. താരശോഭയിൽ തിളങ്ങി നിൽക്കുന്ന പല നടിമാരുടെയും നേട്ടങ്ങൾക്കു പിന്നിൽ പുറത്തു പറയാൻ കൊള്ളാത്ത നഷ്ടങ്ങളുണ്ട്. ഈ മേഖലയിൽ മനുഷ്യാവകാശങ്ങൾ വ്യാപകമായി ലംഘിക്കപ്പെടുന്നു. ആരാണ് പ്രതികൾ എന്നത് ഇപ്പോഴും മറച്ചു വച്ചിരിക്കുകയാണ്. തന്മൂലം നല്ലവരും കെട്ടവരും ഒരുപോലെ സംശയത്തിൻ്റെ നിഴലിലാണ്. കുറ്റവാളികളെ വെള്ളപൂശാൻ നിരപരാധികളെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നത് അധാർമികമാണ്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഈ കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. 4 വർഷം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ട് വെളിച്ചം കണ്ടത് കഴിഞ്ഞ ആഴ്ചയിലാണ്. സിനിമയും ഒരു വ്യവസായമാണ്. എന്തുകൊണ്ടാണ് മറ്റു തൊഴിലാളികൾക്കു ബാധകമായ നിയമങ്ങൾ ഇവർ ലംഘിക്കുന്നത്? പ്രസിഡന്റ് ജോ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആവുകയും ചെയ്തത് 2 ആഴ്ചകൾക്ക് മുൻപാണ്. എന്നാൽ മുൻ പ്രസിഡന്റും എതിർ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് കമലാ ഹാരിസ് മുന്നേറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ് കമലയുടെ പ്രസംഗം കേൾക്കാൻ എത്തുന്നത്. മുൻ അറ്റോർണി ജനറലായ കമലയുടെ പാണ്ഡിത്യവും ആശയങ്ങളിലെ വ്യക്തതയും മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ഇവർക്കെതിരെ ട്രംപ് നടത്തിയ വംശീയ പരാമർശങ്ങൾ ആരും തന്നെ ഏറ്റുപിടിച്ചില്ല. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പൊതുവേദിയിൽ ഒരു സ്ഥാനാർത്ഥിയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ട്രംപ് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എങ്ങനെ നോക്കിയാലും കമലയേക്കാൾ സുന്ദരനാണ് താൻ എന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യ പരാമർശം. ഇതിലും മോശമായിരുന്നു 2ാമത്തെ പരാമർശം. ആ സ്ത്രീക്ക് ഭ്രാന്താണ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. യുദ്ധം ഏതായാലും പ്രതിയോഗികളെ ബഹുമാനിക്കുക എന്നത് എല്ലാവരും പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദയാണ്.
അമേരിക്കയിലെ ഒരു സംസ്ഥാനമായ കാലിഫോർണിയയിൽ തിങ്കളാഴ്ച ഒരു കേസിൻ്റെ വിചാരണ ആരംഭിച്ചു. 27 വർഷക്കാലം ഒരു ഏകാധിപതിയെപ്പോലെയാണ് മാവോ സേതുങ് ചൈന ഭരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ലീ റൂയി. മാവോ സേതുങ്ങുമായി പിണങ്ങിയെങ്കിലും പിൽക്കാലത്ത് പാർട്ടിയിലേക്ക് മടങ്ങി വന്നു. മരിക്കുന്നതുവരെ പാർട്ടിയോടൊപ്പമായിരുന്നു എങ്കിലും പലപ്പോഴും പാർട്ടിയുടെ വിമർശകനായിരുന്നു. ലീ റൂയിയുടെ മരണാനന്തരം ഇദ്ദേഹത്തിൻ്റെ ഡയറി മകൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് സംഭാവന ചെയ്തു. ഈ ഡയറി മടക്കി നൽകണം എന്നാവശ്യപ്പെട്ട് ലീ റൂയിയുടെ വിധവയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചൈനയിലെ ഒരു കോടതിയിൽ നിന്നും ഇവർ അനുകൂലമായ വിധി സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിധി യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ അമേരിക്കൻ കോടതിയെ സമീപിച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൂക്ഷിക്കുന്ന രഹസ്യങ്ങളുടെ കലവറയാണ് ഈ ഡയറി. ടിയാനൻമെൻ ചതുരത്തിലെ കൂട്ടക്കൊല അടക്കമുള്ള നിരവധി സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാണ് മാവോ സേതുങ്ങിൻ്റെ പഴയ സെക്രട്ടറി ലീ റൂയി. ചർച്ചകൾക്ക് ഹമാസ് പ്രതിനിധികളെ അയക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പരാതി. എന്നാൽ ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ ഞായറാഴ്ചയും ഇസ്രായേൽ ആക്രമണമുണ്ടായി. തീവ്രവാദികളുടെ ഒളിത്താവളമായി ഈ ക്യാമ്പിനെ ഹമാസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തങ്ങൾ ഇതിനെ ആക്രമിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. അമേരിക്കയുടെ ആഭ്യന്തര സെക്രട്ടറി വെള്ളിയാഴ്ച ഇസ്രായേൽ സന്ദർശിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ വേഗത്തിലാക്കുക എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് മാറ്റാൻ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. പൂർണ്ണ വെടിനിർത്തൽ എന്ന ആവശ്യം ഉപേക്ഷിക്കാൻ ഹമാസും തയ്യാറായിട്ടില്ല. മെയ് മാസത്തിൽ ബൈഡൻ മുമ്പോട്ട് വച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ വീണ്ടും തുടരാനാണ് മധ്യസ്ഥന്മാർ ശ്രമിക്കുന്നത്. ഹമാസിൻ്റെ പുതിയ നേതാവായ യാഹ്യ സിൻവറും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിനും ചർച്ചകൾക്കനുകൂലമായി നിലപാട് മാറ്റി എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു മാറ്റമാണ്. 88-കാരനായ അലൈൻ ദലാൻ പ്രസിദ്ധനായ ഒരു ഫ്രഞ്ച് സിനിമാ നടനാണ്. ലെപ്പേർഡ്, അവർ സ്റ്റോറി തുടങ്ങിയ ചലച്ചിത്രങ്ങളിലെ അഭിനയത്തിന് ഇദ്ദേഹം പല അവാർഡുകളും നേടിയിട്ടുണ്ട്. ഞായറാഴ്ച ഈ നടൻ അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ വളർത്തുനായെ ഇദ്ദേഹത്തോടൊപ്പം സംസ്കരിക്കണം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഈ വിവരം നേരത്തെ തന്നെ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. 2018 ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഈ വിവരം ആരാധകരെയും അറിയിച്ചു. തനിക്ക് 50 വളർത്തുനായ്ക്കൾ ഉണ്ടെങ്കിലും ബെൽജിയൻ ഷെപ്പേർഡ് വിഭാഗത്തിൽപ്പെടുന്ന ലോബോ എന്ന നായ് തനിക്ക് മകനെ പോലെയാണ് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ദയാവധം നടത്തി പട്ടിയുടെ മൃതദേഹം ദലാന്റെ മൃതദേഹത്തോടൊപ്പം സംസ്കരിക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ പട്ടിയെ കൊല്ലാൻ അനുവദിക്കില്ല എന്ന് മൃഗസ്നേഹികളുടെ സംഘടനകൾ നിലപാടെടുത്തു. ഇതോടെ കുടുംബം പ്രതിസന്ധിയിലായി. വളർത്തുനായെ കൊല്ലില്ല എന്ന് കുടുംബം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് നടന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള അനുമതി ലഭിച്ചത്. തിടുക്കത്തിൽ ഇസ്രായേലിനെതിരെ പ്രതികാര നടപടി സ്വീകരിക്കില്ല എന്ന് ഇറാൻ ബുധനാഴ്ച വ്യക്തമാക്കി. ഹമാസ് നേതാവ് ഹനിയ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടു. അതുപോലെ ഹിസ്ബുള്ള നേതാവായ ഫൗദ് സുക്കൂറും വധിക്കപ്പെട്ടു. ഈ 2 കൊലപാതകങ്ങളും നടത്തിയത് ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്.
ഈ കൊലപാതകങ്ങൾക്ക് ഇസ്രായേലിന് കനത്ത ശിക്ഷ നൽകുമെന്ന് നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഈ തീരുമാനം നടപ്പിലാക്കരുത് എന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന രീതിയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇറാൻ പ്രതികരിച്ചത്. ഈ തീരുമാനം മാറ്റിയത് വലിയ ആശ്വാസത്തോടെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും കാണുന്നത്. ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളുമായി സഹകരിക്കാൻ ഇസ്രായേൽ മടിച്ചു നിൽക്കുകയായിരുന്നു. വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, ഈജിപ്ത്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കും എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മധ്യ അമേരിക്കയിലെ വളരെ ചെറിയ ഒരു രാജ്യമാണ് നിക്കാരാഗ്വേ. 2007 മുതൽ ജോസ് ഡാനിയൽ ഒർട്ടേഗയാണ് ഇവിടുത്തെ ഭരണാധികാരി. തികഞ്ഞ ഒരു ഏകാധിപതിയാണ് ഇദ്ദേഹം. ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന 1500 സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് കഴിഞ്ഞ ആഴ്ചയിൽ ഇദ്ദേഹം റദ്ദു ചെയ്തു. ഇതിൽ കൂടുതലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മതസംഘടനകളാണ്. ഈ നടപടി മൂലം കത്തോലിക്ക സഭയുടെയും ആംഗ്ലിക്കൻ സഭയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. സർക്കാർ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും വരവ് ചെലവ് കണക്കുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഈ സംഘടനകൾ നൽകിയിട്ടില്ല എന്നതാണ് ഈ നടപടിക്ക് കാരണമായി സർക്കാർ പറയുന്നത്. ഇതിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചത്. ഭരണകൂടത്തിൻ്റെ വിമർശകനായിരുന്ന ഒരു കത്തോലിക്ക ബിഷപ്പിനെ കഴിഞ്ഞ മാസം ജയിലിലടയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ രൂപതയുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും ചെയ്തു. തന്മൂലം മതസ്വാതന്ത്ര്യം തകർക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് വത്തിക്കാൻ ഈ നടപടിയെ കാണുന്നത്. ചൈനയുടെ പ്രീമിയർ ലീ ക്വാങ് 4 ദിവസത്തെ സന്ദർശനത്തിനായി മോസ്കോയിലെത്തി. 1996 മുതൽ ചൈനീസ് പ്രീമിയർമാർ വർഷത്തിൽ ഒരു പ്രാവശ്യം റഷ്യ സന്ദർശിക്കാറുണ്ട് എന്നാണ് ചൈനയുടെ വിശദീകരണം. എന്നാൽ ഇതിനെ ഒരു പതിവ് സന്ദർശനമായി അമേരിക്കയും സഖ്യകക്ഷികളും കാണുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് പ്രീമിയർ റഷ്യ സന്ദർശിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇടപെടില്ല എന്നും നിഷ്പക്ഷത പാലിക്കും എന്നുമാണ് ചൈനയുടെ പ്രഖ്യാപിത നിലപാട്. എന്നാൽ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നില്ലെങ്കിലും വൻതോതിൽ റഷ്യയെ സഹായിക്കുന്നു എന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും ആരോപിക്കുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം മൂലം റഷ്യയുടെ കയറ്റുമതി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇത് ഒരു പരിധിവരെ പരിഹരിക്കുന്നത് റഷ്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചൈന വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷമായി. ഇതുവരെ യുദ്ധം ഉക്രൈനിൻ്റെ മണ്ണിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് ഉക്രൈൻ സൈന്യം റഷ്യയിൽ പ്രവേശിച്ചത്. ഓഗസ്റ്റ് 21 ബുധനാഴ്ച ഒരു ഭാരത് ബന്ദ് നടന്നു. എന്നാൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഈ ബന്ദ് ഒരു ചലനവും സൃഷ്ടിച്ചില്ല. രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബന്ദ് നടന്നു. ഓഗസ്റ്റ് 1 സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഒരു വിധിന്യായത്തോടുള്ള പ്രതിഷേധമായിരുന്നു ഈ ബന്ദ്. പട്ടികജാതി വർഗങ്ങളെ ഉപവിഭാഗങ്ങളായി വിഭജിക്കുവാനും പിന്നാക്ക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സംവരണാനുകൂല്യങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകുന്നതായിരുന്നു കോടതി വിധി. പട്ടികജാതി വർഗങ്ങളെ വിഭജിക്കാൻ പാടില്ലെന്നും സംവരണം എല്ലാവർക്കും തുല്യമായി നൽകണം എന്നുമായിരുന്നു സമരക്കാരുടെ ആവശ്യം. ഇത് അംഗീകരിച്ചാൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടായി തുടരുന്ന
സംവരണം കൊണ്ട് ഈ വിഭാഗങ്ങൾക്ക് യാതൊരു നേട്ടവും ഉണ്ടായില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രീമി ലെയറിൽപ്പെട്ടവരുടെ സംവരണാനുകൂല്യങ്ങൾ നിയന്ത്രിക്കുവാനാണ് കോടതി ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.